ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായിട്ട് തിരുവനന്തപുരം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. 2 ദിവസം മാത്രമേ പൊങ്കാല ചടങ്ങുകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് പോലെ ഈ ദിവസം തിരുവനന്തപുരംകാർക്ക് ആ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ്. കാരണം ഇന്നുകൂടിയേ തിരുവനന്തപുരംകാർക്ക് ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാൻ ഒക്കെയുള്ള ഒരു സാവകാശമുള്ളൂ. കാരണം ഇന്ന് വൈകുന്നേരത്തോടെ, ഇന്ന് രാത്രിയോടെ, നാളെ രാവിലെ, നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പൊങ്കാലയിടാനുള്ള അതിഥികളൊക്കെ അവരവരുടെ വീടുകളിലേക്കും തിരുവനന്തപുരം നഗരത്തിലേക്കും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ഒക്കെ എത്തിത്തുടങ്ങും. അപ്പോൾ അവരെയൊക്കെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആറ്റുകാൽ ക്ഷേത്ര നടയിലെ ആ നടപ്പന്തലിൽ ദേവീ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരാണ്. അതിങ്ങനെ ഓരോ വരികളായിട്ട് ദേവിയുടെ മുന്നിലേക്ക് ഇങ്ങനെ ഭക്തർ ഒഴുകുകയാണ്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ ആറ്റുകാലിനെ കുറിച്ച് പറയുന്നത്. പൊങ്കാലയിടുന്നു. രാവിലെ എത്തി തൊഴുതിട്ട് പൊങ്കാലയിട്ട് നാളെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഫ്രൈഡേ പോകും. അമ്മയെ അത്ര വിശ്വാസമാണ്. അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തല്ലേ, അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസം. അമ്മ തിരുവനന്തപുരമാണോ? തൃപ്പൂണിത്തറ. എല്ലാ വർഷവും വരുമോ? ഇപ്പോൾ 2ാമത്തെ വർഷം. ഇന്ന് ഇപ്പോൾ പൊങ്കാലയിട്ടിട്ടേ മടങ്ങുന്നുള്ളൂ അതോ? പൊങ്കാലയിട്ടേ മടങ്ങും. എവിടെ, അമ്പല പരിസരത്ത് തന്നെയാണോ? അല്ല, കുറച്ച് ദൂരെ. അമ്പലം പരിസരത്തൊന്നും ബുദ്ധിമുട്ടാണ്. എവിടെ നിന്നാണ്? ഞങ്ങൾ തിരൂരിൽ നിന്ന് പൊങ്കാലയിടാൻ വേണ്ടി വന്നത്. ആദ്യമായിട്ട് വരികയാണ്. ഈ നടപ്പന്തലിലെ ഈ വരി നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഇതിനിടയിൽ മോഷ്ടാക്കൾ കടന്നുകൂടി സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ അപഹരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെല്ലാം കൃത്യമായ സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നപ്പോൾ ഉടൻ തന്നെ ആ മോഷ്ടാവിനെ കണ്ടെത്തുകയും ആ മോഷ്ടിച്ച ആഭരണം തിരിച്ചു പിടിക്കാനും പോലീസിന് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ഈ നിൽക്കുന്ന ആൾക്കാർക്ക് മുകളിൽ സദാ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടുള്ള ക്യാമറ സംവിധാനങ്ങളുണ്ട്. അത് ലൈവായി തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ കൺട്രോൾ റൂമിലുമുണ്ട്. മെനഞ്ഞാന്ന് നടന്ന സ്നാച്ചിങ് അത് അകത്തുനിന്നായിരുന്നു. അകത്തെ ഈ ചന്ദനം കൊടുക്കുന്ന ഭാഗത്ത് വെച്ചായിരുന്നു അതുണ്ടായിരുന്നത്. അത് നമുക്ക് ക്ലോസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് നമുക്കത് കണ്ടത്. ലൈവായിട്ട് തന്നെ കണ്ടോ? അതോ? ലൈവായിട്ട് തന്നെ കണ്ടു. ലൈവായിട്ട് നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കും മുമ്പ് തന്നെ ഇയാൾ അതിനിടെ കൂടെ പോയി കഴിയും. നമ്മൾ പോയ വഴിയെല്ലാം പോലീസ് കൂടെ പോയി എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് നമുക്കത് കൊല്ലത്തിന് പിടിക്കാൻ കഴിയും. അപ്പോൾ അത്ര ക്ലോസ് ആയിട്ട് വരുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും ക്ലോസ് ആയിട്ട് ടി വിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. ഇനി 2 ദിവസം അമ്മയും മക്കളും മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാവുക. കാലാവസ്ഥ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി ഭക്തർ നാളെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലും ക്ഷേത്രമുറ്റത്തുമൊക്കെ തമ്പടിച്ചു തുടങ്ങും. ഈ ക്ഷേത്ര മുറ്റത്ത് പൊങ്കാലയിടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ഭക്തരുണ്ട്. അവർ ഇന്ന് തന്നെ എത്തി അവരുടെ സ്ഥലങ്ങൾ ഉറപ്പിക്കുന്ന ഒരു തിരക്കിലാണ്. ഏതായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിലും തിരുവനന്തപുരം നഗരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ സുധീഷിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.